കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ബാലൻ ആകപ്പാടെ ദേഷ്യത്തില. കാരണം ഗോമതിയും തന്നോട് കള്ളത്തരം കാണിക്കുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമല്ല. കാരണം ഈ കൂട്ടത്തിൽ ആരോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗോമതിയും മക്കളും കൂടെ ചേർന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ അവരൊക്കെ തെറ്റ് ചെയ്ത തന്നോട് കള്ളത്തരം പറഞ്ഞാൽ താൻ സഹിക്കും. പക്ഷെ ഗോമതി അതൊരിക്കലും തനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ലെന്ന് ബാലനറിയാം. ബാലൻ നേരെ ഗോമതിയുടെ അടുത്തേക്ക് എല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, എന്റെ മുഖത്തേക്ക് നോക്കാൻ പറയണ. ഈ സമയത്ത് ഗോമതിക്ക് വല്ലാത്തൊരു വെപ്രാളം. ബാലയുടെ നല്ല കള്ളത്തരങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്നു. സത്യം പറ ഗോമതി, നിനക്ക് ഈ പൈസ എവിടുന്നാ കിട്ടിയത്? ആനന്ദിന്റെ കൂട്ടുകാരൻ തന്നെ കൊണ്ട് തന്നാണോന്ന് ചോദിക്കാം. ഒരു നിമിഷം ഗോമതിയിൽ ഒരു പതർച്ചയുണ്ടായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ല അത് ബാലേട്ടാ, നിന്നോട് കള്ളത്തരം പറയാനല്ല പറഞ്ഞ, സത്യം പറയാനാ പറഞ്ഞ. നിനക്ക് എവിടുന്ന പൈസ കിട്ടിയെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാന് അതെ ചിട്ടി വിളിച്ചാന്ന് പറയണം. ഇത് കേട്ടതും ബാലിനും കൂടി ദേഷ്യം വന്നു. ചിട്ടി വിളിച്ചാ? അതെ, എനിക്കുണ്ടായിരുന്ന ചിട്ടി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ആനന്ദിന്റെ കയ്യിൽ എവിടുന്ന് പൈസ ഉണ്ടാകാൻ. ഒരു പക്ഷെ കൂട്ടുകാരൻ കൊടുത്തില്ലെങ്കിൽ ബാലേട്ടന്റെ കാര്യങ്ങളൊക്കെ നടക്കണല്ലോ, ആവശ്യം നടക്കണല്ലോ, അതുകൊണ്ടാന്ന് പറയാം. ഇത് കേട്ടതും ബാലിനും കൂടി ദേഷ്യം വന്നു. ഈ സമയം ആര്യനോട് ചോദിച്ചു, നിനക്ക് എവിടുന്നാടാ പൈസ കിട്ടിയെന്ന് ചോദിക്കാം. ആര്യം പറഞ്ഞ, അച്ഛാ അത് പിന്നെ ഞാന് സത്യം പറയടാ, എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതെന്ന് പറയാണ്. പിന്നീട് ആകാശിനോട് ചോദിച്ചു. ആകാശ് പറഞ്ഞു, അതെ മീനാക്ഷിക്ക് ആദ്യത്തെ സാലറി കിട്ടി, അപ്പൊ അതിനകത്തൊന്ന് എടുത്ത പൈസയാന്ന് പറയും. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ കൂടി ചേർന്നിട്ടല്ലേ? കൊള്ളാലോ, ഇത് നല്ല കാര്യമാണല്ലോ. ഓരോരുത്തർ പൈസ കൊണ്ടേ തരുന്നേ. എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു ഗോമതി. നീ മക്കളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്തുന്നതിന് പകരം നീ അവരോടൊപ്പം കൂടിയല്ലേന്ന് ചോദിക്കുക. അല്ല ബാലേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ഓർത്തല്ല. വേണ്ട, ഇനി നീ കൂടുതലൊന്നും പറയണ്ട. എനിക്കറിയാം എന്താന്ന്. എല്ലാരും കൂടെ കൂടി ചേർന്ന് എന്നെ വഞ്ചിക്കുമല്ലേ? ഒരിക്കലും എനിക്കിത് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാം. പെട്ടെന്ന് ആര്യം പറഞ്ഞു, അച്ഛാ ഇവിടെ എന്താ തെറ്റ് ചെയ്ത്? ആരും തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പറഞ്ഞല്ലോ, പൈസ എടുത്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അച്ഛനാണ് അത് മനസ്സിലാക്കാൻ പറ്റാതെ. അച്ഛന് പൈസ കിട്ടിയില്ല, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. പൈസ കിട്ടി പോലും. പൈസ കിട്ടിയതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം തീർന്നു ചോദിക്കാം. ഈ സമയത്ത് ധർമ്മം വന്നിട്ട് പറഞ്ഞു, പിന്നെന്താ അളിയ പ്രശ്നം? അളിയന്റെ പ്രശ്നം പൈസയല്ലായിരുന്നോ? 15,000 രൂപയും കിട്ടി. ഇനിയിപ്പോ അത് ഓർത്ത് ഇനിയിപ്പോ അളിയൻ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്നൊക്കെ അളിയനെ അറിയേണ്ട ആവശ്യമുണ്ടോന്ന് ചോദിക്കും. അതേടാ, എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്നൊക്കെ അറിയണം. ഞാൻ ഈ കുടുംബത്തിന്റെ ഗൃഹനാഥനാ. എനിക്കറിയണം ഇവിടെ എന്ത് സംഭവിച്ചാലും. അല്ല തോന്നിയാസം നീ ദേവമംഗലത്ത് നടക്കില്ല. ദേവമംഗലത്ത് ബാലൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നടക്കുള്ളൂ എന്ന് പറയാം. ഈ സമയം ആകാശ് വന്നിട്ട് ഗോമതി പറഞ്ഞു, അമ്മ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ കൊടുത്തിട്ടുണ്ട്, അച്ഛൻ്റെ പൈസ കൊടുത്തിട്ടുണ്ട്. മീനാക്ഷിക്ക് സാലറി കിട്ടിയത് ഇതെല്ലാം ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാം. മീനാക്ഷി പറഞ്ഞു, ശരിയാ ആകാശേട്ടൻ പറഞ്ഞ്, ഞാൻ ആകാശേട്ടനോട് ആ പൈസ കൊടുത്തോളാൻ പറഞ്ഞേ, അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയാം. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, പ്രശ്നമില്ലെന്ന് ആര് കണ്ടു? ഇവിടെ ആർക്കും ആരുടെ ശമ്പളം ഒന്നും വേണ്ട, അതിനകത്ത് 100 രൂപ പോലും ഇവിടെ ആർക്കും വേണ്ടെന്ന് പറയാം. ഇത് കേട്ടൻ മീനാക്ഷി പറഞ്ഞു, അങ്ങനെ പറയല്ലച്ചാ, അതെന്നെ വേർതിരിച്ച് കാണുന്നതിന് തുല്യമല്ലേ? ഞാൻ ഈ കുടുംബത്തിലേക്ക് കയറി വന്ന മരുമകളല്ലേ. എനിക്കിപ്പോ ആകാശേട്ടനെ പോലെ ഈ വീട്ടിൽ എനിക്കും അധികാരവും അവകാശമൊക്കെ ഉള്ളതല്ലേ. അപ്പൊ എനിക്ക് കിട്ടുന്ന പൈസ എന്റെ പൈസ ഈ കുടുംബത്തിന്റെ പൈസ തന്നെയല്ലേ. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ചെലവാക്കുന്നത്. ഇവിടെ ഒരു ആവശ്യം വന്നു കഴിയുമ്പോൾ എടുക്കാനുള്ളതല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് ഗോമതി, ശരിയാ, മീനാക്ഷി പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടരുത്, നീരക്ഷരം പോലും മിണ്ടരുത്, എനിക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, മുറിയിലേക്ക് വരാൻ പറയണം. ഗോമതിക്ക് ആപ്പായ ടെൻഷനായി പോയി. ബാലൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാ. ഈ സമയം ആകാശ് പറഞ്ഞു, എന്ത് പരിപാടിയുടെ ആര്യ നീ കാണിച്ചാൽ? നിനക്ക് ഒരു വാക്ക് എന്നോട് പറയാൻ മേലായിരുന്നു ചോദിക്കും. അതെങ്ങനെയാ, എന്തേലും ഒന്ന് പറഞ്ഞോ? ഈ സമയം ധർമ്മം പറഞ്ഞു, എടാ ആകാശം, നീ വിളിച്ചപ്പോഴെങ്കിലും പറയാൻ മേലായിരുന്നോ നിന്റെ ഈ പൈസ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം? നീ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ. ഇപ്പൊ ഗോമതി പറഞ്ഞു, നിങ്ങളെല്ലാരും കൂടെ എനിക്കിട്ടാ പണി തന്നല്ലേ. ഇനി ബാലേട്ടന് മുന്നിലേക്ക് എങ്ങനെയല്ലോ. എന്റെ ചേച്ചി ധൈര്യമായിട്ടേ ഇല്ല, പിടിച്ച് തിന്നാനൊന്നും പോകുന്നൊന്നുമില്ലല്ലോ. പൈസ കിട്ടിയില്ലോ അളിയന്, പിന്നെന്താ കുഴപ്പം? ഈ സമയം മീനാക്ഷി പറഞ്ഞു, അമ്മ ഇങ്ങനെ വിഷമിച്ചും വേദനിച്ചിരിക്കേണ്ട കാര്യമില്ല. പൈസയായിരുന്നു അച്ഛന്റെ പ്രധാനം. അച്ഛന് പൈസ കിട്ടുകയും ചെയ്തു. അമ്മ കുറച്ചൊക്കെ ധൈര്യം കാണിക്കുക. അമ്മ ചിട്ടി പിടിച്ച പൈസ, അതിനിപ്പോ അച്ഛനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടം പോലെ ചെയ്യാലോന്ന് പറയാ. ഇല്ല, എന്നാലും ബാലേട്ടന് അറിയാതെ ഞാൻ ഒരു പൈസ പോലും ഇന്നും അതേ എടുത്ത് ചെലവാക്കിയിട്ടില്ല. അതാ അമ്മയുടെ കുഴപ്പം. സ്വന്തമായിട്ട് വെച്ച് പൈസ എടുത്തുന്നോർത്തൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. അമ്മ ഇങ്ങനെ പേടിച്ചാലാണ് കുഴപ്പമെന്ന് പറയാം. ഈ സമയത്ത് അനുസരിച്ചു, അല്ല മീനാക്ഷി അടുത്തിട്ട് കുറെ കവറൊക്കെ ഉണ്ടല്ലോ, പുതിയ ഡ്രസ്സാണെന്ന് ചോദിക്കും. ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു, അതെ. ആഹാ, മീനാക്ഷി അടുത്തേക്കുള്ള ഡ്രസ്സാ? ഇത് കേട്ടതും ആകാശ് പറഞ്ഞതേ മീനാക്ഷി അടുത്തേക്ക് മാത്രമല്ല എല്ലാവർക്കും എടുത്തിട്ടുണ്ടെന്ന് പറയാം. എല്ലാവർക്കും എടുത്തിട്ടുണ്ടോ? എനിക്കും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറയാ.
മീനാക്ഷി എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയമ്മേ. അപ്പൊ ശമ്പളത്തിൽ നിന്ന് കിട്ടിയതാ. അപ്പൊ പൈസ അച്ഛന് കൊടുക്കാനുള്ള 15,000 രൂപ എടുത്ത് പിന്നീട് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ച് ഡ്രസ്സ് എടുത്തിട്ട് വന്നാന്ന് പറയണം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് അച്ഛനും ഉള്ളത് എടുത്തിട്ടുണ്ടെന്ന് പറയാണ്. നല്ല കഥയെ. അച്ഛന്റെ മുന്നിലേക്ക് ഇതും കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്താ പറയണെന്ന് അറിയാലോ. അതൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ അച്ഛനും കൊണ്ടേ കൊടുത്തോളാന്ന് പറയണം. ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ. ഇതും കൊണ്ട് അങ്ങോട്ട് ചെല്ലും മിക്കവാറും ബാലേട്ടൻ എന്താ പറയാൻ പോണെന്ന് പോലും അറിയില്ല. പിന്നീട് മീനാക്ഷി ബാലന്റെ മുറിയിലേക്ക് ഷർട്ടൊക്കെ ആയിട്ട് കയറി ചെല്ലുവാണ്. ഈ സമയം ബാലൻ എന്താന്ന് ചോദിക്കാം. അല്ല ചാ ഷർട്ടാ, അച്ഛന് വേണ്ടി ഞാൻ വാങ്ങിച്ചാന്ന് പറയാം. നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ഷർട്ട് വാങ്ങാനായിട്ട്. അല്ലച്ചാ എനിക്ക് ആദ്യത്തെ സാലറി കിട്ടി, അപ്പൊ ഡ്രസ്സ് എടുത്തപ്പോ അച്ഛനും എടുത്താന്ന് പറയും. ഓഹോ, സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം സാലറി എന്ത് വേണം ചെയ്യാലോ, ആരോടും ചോദ്യം പറിച്ചിട്ടൊന്നും വേണ്ടല്ലോ അല്ലെന്ന് പറയാം. അല്ലച്ചാ ആദ്യത്തെ സാലറി അല്ലേ, അപ്പൊ അതെന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്കും വേണ്ട നിന്റെ ഷർട്ട് എന്ന് പറയാ. അതെന്താ അച്ഛാ അങ്ങനെ, ഞാൻ എടുത്തോണ്ട് തന്നാണോന്ന് ചോദിക്കുക. അതെ, ഇവിടെ ഈ വീടിൻ്റെതായ ചില ചിട്ടുകളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഡ്രസ്സ് എടുക്കുന്ന അങ്ങനെ തോന്നുമ്പോഴൊന്നും എടുക്കാറില്ല. ഓണം, വിഷു അങ്ങനെ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ എടുക്കാറുള്ളൂ. അതും എല്ലാരും കൂടെ ഒപ്പം പോയി എല്ലാവർക്കും അങ്ങനെ ഡ്രസ്സ് എടുക്കാറില്ലേ. മനസ്സിലായല്ലോ. ഈ വീടിന്റെ രീതിക്കും അതിനൊപ്പം നിൽക്കാൻ നോക്കുക, അല്ലാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കാനല്ല നോക്കേണ്ടതെന്ന് പറയാം. ഇത് കേട്ടപ്പോ മീനാക്ഷിക്ക് സങ്കടവും ദേഷ്യം വന്നു. മീനാക്ഷി പറഞ്ഞു, എന്താ വെച്ചാ ഈ വീടിന്റെ രീതികളും ചിട്ടകളും ഒക്കെ കയറി വന്ന പെൺകുട്ടിക്കും കാണത്തില്ലേ അവരുടേതായ രീതികളൊക്കെ. അച്ഛന് മാത്രം അച്ഛൻ്റെ രീതികൾ അതെല്ലാവരും അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും ബാലനും കൂടി ദേഷ്യം വന്നു. ഓഹോ, അല്ലെങ്കിലും എനിക്കറിയായിരുന്നു നീ വന്നതിന് ശേഷമാണ് ഇവിടെ പല മാറ്റങ്ങളും സംഭവിച്ചിരിക്കുന്നത്. ഗോമതി പോലും എന്റെ മുഖത്ത് നോക്കി ഒരു വാക്ക് പറയാത്ത. ഇപ്പൊ കണ്ടില്ലേ, ഗോമതി എന്നെ എതിർത്ത് സംസാരിക്കാൻ വരെ തുടങ്ങിയിരിക്കുന്നു. അച്ഛാ, അതമ്മ എതിർത്ത് സംസാരിക്കുന്നതല്ല, അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അച്ഛനോട് അത് പുറത്ത് പറയാതെ ഇരിക്കുന്നു മാത്രം. എന്നും വെച്ചാൽ അച്ഛനെ ഭയന്നിട്ട് മാത്രമാണ്. അല്ലാതെ അമ്മയ്ക്ക് അമ്മയുടെ സ്വാതന്ത്ര്യം ഇല്ലേ, അഭിപ്രായ സ്വാതന്ത്ര്യം എങ്കിലും ഇല്ലേ അച്ഛാ. അമ്മ ഇത്രയും കാലത്ത് ഉള്ളിൽ ഒതുക്കി വെച്ച് ഇരിക്കുവല്ലെന്ന് ചോദിക്കുക. ഇതും കൂടെ കേട്ടപ്പോൾ ബാലിന് ഒന്നുകൂടെ ദേഷ്യം. ദേ കടന്നു പൊക്ക എന്റെ മുന്നിൽ നിന്ന്, അവള് വന്നിരിക്കുന്നു വലിയ തത്വങ്ങളും പറഞ്ഞോണ്ട്. ഇത് കേട്ടപ്പം മീനാക്ഷി, അതെ ഞാൻ പോയേക്കാം, പക്ഷെ അച്ഛനൊരു ഷർട്ടാ, അച്ഛൻ എങ്ങനെയുണ്ടെന്ന് നോക്ക് എന്ന് പറഞ്ഞാൽ വെച്ചേക്കുക. അങ്ങനെ വെച്ചിട്ട് പോയപ്പം ബാലൻ വിളിച്ചോളൂ, ഇത് എടുത്തോണ്ട് പൊക്കോളാൻ പറയാ. പക്ഷെ മീനാക്ഷി അതൊന്നും മൈൻഡ് ചെയ്തില്ല. മീനാക്ഷി പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഗോമതി ഓടിച്ചെന്ന് പറഞ്ഞു, എന്റെ മോളെ നീ എന്തിനാ ആ ഷർട്ട് കൊണ്ട് കൊടുക്കാൻ പോയത്? ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ഷർട്ട് പോയി തിരികെ എടുത്തോണ്ട് വരാന്ന് പറയാം. വേണ്ടമ്മേ, ആ ഷർട്ടൊന്നും തിരികെ എടുക്കാൻ പോകണ്ടെന്ന് പറയാം. അതെന്താ? ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, അമ്മ ധൈര്യമായിട്ടിരിക്കുക. അച്ഛൻ അതെടുത്ത് കളയാനോ കത്തിക്കാനോ ഒന്നും പോകുന്നില്ലെന്ന് പറയാ. എന്നാലും മോളെ ഞാൻ അമ്മ ഇപ്പൊ കണ്ടോന്ന് പറയണ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പതുങ്ങി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ കുറച്ച് സമയം ആലോചിച്ചിരുന്നിട്ട് ആ കവറിനകത്ത് നിന്ന് ആ ഷർട്ടിങ് എടുക്കുവാണ്. എന്നിട്ട് ദേഹത്തേക്ക് വെച്ച് നോക്കുക, നല്ല ഭംഗിയുണ്ടല്ലോ ഒക്കെ നോക്കുക. അത് കണ്ടത് ഗോമതിക്ക് സന്തോഷമായി. അപ്പൊ മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, ബാലേട്ടന്റെ ഉള്ളിലുണ്ട്. പക്ഷേങ്കിൽ അതൊന്നും പുറമേ പ്രകടിപ്പിക്കാത്ത. മീനാക്ഷി പറഞ്ഞു, ഇപ്പോഴെങ്ങനെയുണ്ടമ്മേ? ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയാണ്. പിന്നീട് കാണിക്കുന്ന മിത്ര ആകെപ്പാടെ സങ്കടത്തില. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കല്യാണം വാക്കാൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അച്ഛനും അമ്മയൊക്കെ ഇനിയിപ്പോ ഇവിടുന്ന് തനിക്ക് രക്ഷപ്പെടാനും പറ്റില്ല. ആകെപ്പാടെ വിഷമായി. ഇതെങ്ങനെയെങ്കിലും മിഥുനെ ഒന്ന് അറിയിച്ചേ മതിയാകുള്ളൂ. വിവേക് പറഞ്ഞും കഴിഞ്ഞു, ഇനി അമേരിക്ക നല്ല യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ തന്നെ പഠിപ്പിക്കാന്നൊക്കെ. തന്റെ സ്വപ്നങ്ങളെല്ലാം പോവുകയാണ്. അതോടൊപ്പം മിഥുനും താനും പ്രണയത്തിലാന്നുള്ള കാര്യം ഒരു പക്ഷേ ഈ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക തന്നെ ചെയ്യും. തന്റെ അപ്പച്ചിക്ക് വന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് മിത്രയ്ക്ക്. അതൊക്കെ ഓർത്ത് വല്ലാത്ത ടെൻഷനാ. എങ്ങനെയും മിഥുനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. അങ്ങനെ കരുതിയിട്ട് മിത്ര ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അകത്തിരുന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവർ കേട്ടിട്ട് അത് വല്ലാത്ത പ്രശ്നമാവുമല്ലോ. അങ്ങനെ പുറത്ത് വന്നിട്ട് മിഥുനെ വിളിക്കുകയാണ്. മിഥുനെ വിളിച്ചിട്ട് മിത്ര ഈ കാര്യങ്ങളൊക്കെ പറയാ, കല്യാണം ഉറപ്പിച്ച കാര്യമൊക്കെ എല്ലാം കേട്ടിച്ചും മിഥുൻ പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കണേ, നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. അതെ, എനിക്കറിയില്ല മിഥുനെ എന്ത് ചെയ്യണം എന്നുള്ള എന്നും പറഞ്ഞു മിത്ര കരയുക ഫോണിൽ കൂടെ. എത്രയും പെട്ടെന്ന് മിഥുനൊരു കാര്യം ചെയ്യുക, ഇവിടെ വന്ന് ഇവരോട് പറ, കല്യാണക്കാരത്തെ കൂടെ സംസാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാനും നടത്തില്ല. ഉടനെ തന്നെ മിക്കവാറും എന്റെ വിവാഹം നടക്കും, എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് പറയാം. മിഥുൻ പറഞ്ഞു, നാളെ ഏട്ടെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാന്ന് പറയാം. ഈ സമയത്തൊക്കെ മിത്ര വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ആര്യം പുറത്തിറങ്ങി വന്നേ. പുറത്തു വന്ന് നോക്കിയപ്പോൾ മിത്ര അവിടെ സംസാരിക്കുന്നുണ്ട്, അതും ഫോണിൽ കൂടെ കരയുവാണ്. അങ്ങനെ കരയുന്നുണ്ട്. മിത്ര എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ഇവക്ക്, എന്ത് പറ്റി എന്താണെന്ന് അറിയത്തില്ല, കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആരെയോ വിളിച്ച് കരയുന്ന ഒരു പക്ഷെ ആ മിഥുനെ ആയിരിക്കും. അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് ഈ കരച്ചിലും ബഹളമൊക്കെ കേട്ടിട്ട് ആരിനടുത്തേക്ക് വരുവാണ്. അങ്ങനെ ഫോൺ വെച്ച് മിത്രയോട് ചോദിച്ചു, നീ എന്താ ഇവിടെ കിടന്ന് ആൾറെഡി വിളിച്ച് കരയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്, വേറെയുള്ളവർക്ക് ഇവിടെ ജീവിക്കണ്ടേന്ന് ചോദിക്കും. എന്തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അല്ലേ തന്നെ മനുഷ്യന് സമനില തെറ്റിയിരിക്കുക, അപ്പൊ എന്നോട് വെറുതെ വഴക്കടിക്കാൻ പറ്റില്ലെന്ന് മിത്ര ആര്യനോട് പറയാം.
ആര്യം പറഞ്ഞ് നിനക്ക് എന്ത് പറ്റി? ഹോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെയെങ്കിലും നീ ഒന്ന് കരഞ്ഞു കണ്ടല്ലോ എന്ന് പറയും. എന്തോ കാര്യമായിട്ട് നിനക്ക് സംഭവിച്ചിട്ടുണ്ട്. അതേടാ, എനിക്ക് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്റെ പ്രശ്നം മാറ്റാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റില്ല, നീ കേറിപ്പോടാ അവിടെ നിന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മിത്ര അങ്ങോട്ട് പോവാ. അപ്പൊ ആരും വിചാരിച്ചു ഇവൾക്ക് ഇത് എന്ത് പറ്റി? ഇവിടെ ആരെ വിളിച്ച് ഫോൺ വിളിച്ച് കരഞ്ഞിരിക്കുന്നത്? എന്തോ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയില്ല. ഒരു പക്ഷെ ഇനി ഇവളുടെ വല്ല കല്യാണം വല്ല ഉറപ്പിച്ചോ? അത് അറിഞ്ഞിട്ടാണ് ഈ കരച്ചിലും പിടിച്ചിലും ഒക്കെ. ഇനിയിപ്പം ആ മിഥുനുമായിട്ടുള്ള പ്രണയം അത് വീട്ടിലറിഞ്ഞോ? ഇനിയിപ്പൊ അതെങ്ങാനും വീട്ടിലറിഞ്ഞോ? ആകെപ്പാടെ ഒരു സംശയമൊക്കെ ആരിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഒന്ന് കണ്ടുപിടിക്കാൻ തന്നെ ആരും തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.